മീനരാശിയിൽ ജനിച്ചവർ കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ വരത്തില്ല. പക്ഷെ ഇതിൽ സ്പിരിച്വലായി ജീവിക്കുന്നവർ ഈ രാശിയിൽ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഒരിക്കലും തീരുമാനം പിന്നിട്ട് വരരുത്, അത് തിരിച്ചു വരരുത്. പോയാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഏത് തീരുമാനങ്ങൾ എടുത്താലും ചെയ്താലും അതിൽ കണ്ടിന്യൂവായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കണം, പിന്നിട്ട് നിങ്ങൾ വരരുത്. കാരണം ഈ രാശി ബ്രഹ്മന്റെ രാശിയാണ്, സത്യലോകം ഇരിക്കുന്ന രാശിയാണ്. ഇവിടെ പോയിട്ട് ഈ ബ്രഹ്മനില്ലേ, ബ്രഹ്മൻ ഞാൻ ആ മുടി കാണാൻ പോവുകയാണ് എന്ന് പോയിട്ട് തിരിച്ചു വന്ന് അവൻ ശാപത്തിനുള്ളായി. ഇത് മുഖാന്തരം അറിയാം, ആരും ഏത് തീരുമാനമെടുത്ത് മുൻപോട്ട് പോയാലും ഒരിക്കലും അവർ പുറകെ തിരിഞ്ഞു നോക്കരുത്. പുറകെ തിരിഞ്ഞു നോക്കിയാൽ ഇവർ ഫ്രണ്ടിൽ ഒന്നിനും പോകത്തില്ല, ജയിക്കത്തില്ല. പിന്നെ അവര് മൊത്തത്തിൽ അവരുടെ ജീവിതം നശിച്ചു പോകും. ഈ രാശി സന്യാസികളുടെ രാശിയാണ്. സന്യാസികളുടെ രാശി ആയതുകൊണ്ട് ഇവരുടെ കുടുംബ ജീവിതം നന്നായിട്ട് വരത്തേയില്ല. അപ്പൊ നന്നായിട്ട് വരണമെങ്കിൽ ഒരു സന്യാസി നിങ്ങളെ അനുഗ്രഹിക്കണം. ശരി, നീ സംസാരിയായിട്ട് ജീവിച്ചോ എന്ന് ഒരു സന്യാസി നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, എല്ലാം നന്നായി പോകും. ഇങ്ങനെ ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇതും നിങ്ങൾ മനസ്സിലാക്കണം.